ഈ വർഷം 5 സെക്കൻഡിൽ SFIയുടെ കാൻഡിഡേറ്റ് ആന്റണി സുഭാഷാവ് എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആന്റണി സുഭാഷിന് സപ്ലൈ അടിച്ചത് കാരണം 5 സെക്കൻഡിൽ നിർത്താൻ പറ്റില്ല. SFI അതുകൊണ്ട് 5 സെക്കൻഡിൽ ദാരുണമായി തോൽക്കും എന്നൊരു അഭിപ്രായമുണ്ട്. ഇതിനോട് മിസ്റ്റർ ഫൈസൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? SFIയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ആന്റണിയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നത് SFI ഒരു കാൻഡിഡേറ്റിനെ തീരുമാനിച്ചിട്ടില്ല. SFI ഒരു കാൻഡിഡേറ്റിനെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ആന്റണി അല്ലെങ്കിൽ അജ്മൽ ആയന് കാൻഡിഡേറ്റ് എന്നൊരു സംസാരം ഉണ്ടായിരുന്നു. അതിൽ ആന്റണി എന്നുള്ള ആളുടെ വ്യക്തിയുടെ ഒരുപാട് വ്യക്തിപ്രഭാവമുള്ള ആന്റണി എന്ന ആളുടെ സാധ്യതയാണ് ഈ എക്സാം റിസൾട്ടോട് കൂടി മാഞ്ഞു പോയിരിക്കുന്നത്. സോ ഇനി അജ്മൽ എന്നൊരു ചോയ്സ് മാത്രമേ SFIക്ക് ഉള്ളൂ എന്നുള്ളത് SFIയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ലേ? ആന്റണി സുഭാഷ് എന്ന് പറയുന്ന SFIയുടെ നല്ലൊരു പ്രവർത്തകനാണ്. അദ്ദേഹത്തെ SFIയുടെ ക്ലാസ് റെപ്പ് സ്ഥാനാർത്ഥി ആയിട്ട് SFI ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിട്ടില്ല. അനൌദ്യോഗികമായിട്ട് ഏതെങ്കിലും SFI പ്രവർത്തകനോ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും പറയുന്ന കാര്യം ഒരിക്കലും SFIയുടെ ഔദ്യോഗിക തീരുമാനമല്ല. അപ്പോ വേറൊരു കാര്യം, രണ്ടാമത് പറഞ്ഞ കാര്യം, അജ്മൽ എന്ന് പറയുന്ന ഒരു സഖാവ് മാത്രമേ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ളൂ എന്നാണ്. പക്ഷെ എന്റെ അറിവിൽ അങ്ങനെയല്ല. SFIക്ക് സ്ഥാനാർത്ഥികളാക്കാൻ അതിലും കൂടുതൽ ആളുകളുണ്ട്. മാത്രമല്ല ഉചിതനായ വളരെ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി SFI തീരുമാനിക്കുന്നതായിരിക്കും. ആ സ്ഥാനാർത്ഥി തീർച്ചയായും 100% പേര് വെളിപ്പെടുത്താൻ ഞങ്ങളെ ഒരു സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടില്ല. SFI തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? സ്ഥാനാർത്ഥി നിർണയത്തിൽ SFI വളരെ കരുതലോടെ മാത്രമേ സ്ഥാനാർത്ഥികളെ നിർണയിക്കാറുള്ളൂ. അത് ആരാണെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ഈ വർഷം ഒരിക്കലും ദാരുണം എന്നല്ല, വളരെ വലിയ ഭൂരിപക്ഷത്തിലല്ലെങ്കിലും SFIയുടെ സ്ഥാനാർത്ഥി നമ്മുടെ ക്ലാസ്സിൽ വിജയിക്കും എന്നതിൽ എനിക്ക് 100% ശുഭാപ്തി വിശ്വാസമുണ്ട്. അങ്ങനെ അല്ല സംഭവിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് ചലഞ്ച് ചെയ്തതുപോലെ ഞാൻ വീണ്ടും ക്യാമറയ്ക്ക് മുമ്പിൽ ഇത് ആവർത്തിക്കുന്നു. SFIയുടെ സ്ഥാനാർത്ഥി 5 സെക്കൻഡ് ക്ലാസ്സിൽ ഈ വർഷം തോൽക്കാനിട വന്ന് അതിന്റെ ഒരു ഉത്തരവാദിത്വം SFIയുടെ ഒരു പ്രവർത്തകൻ എന്നതിൽ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ ചലഞ്ച് ചെയ്തതുപോലെ തല മുട്ടയടിക്കുന്നതായിരിക്കും. അതായത് ഫൈസൽ SFI സ്ഥാനാർത്ഥി 5 സെക്കൻഡ് ക്ലാസ്സിൽ 2013-2014 യൂണിയനിൽ തോറ്റു കഴിഞ്ഞാൽ, യൂണിയനിലേക്കുള്ളതല്ല, ക്ലാസ് റെപ്രസെന്റേറ്റീവ് സ്ഥാനാർത്ഥി തോറ്റു കഴിഞ്ഞാൽ ഫൈസൽ മുട്ടയടിക്കും എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയാണ്, യാതൊരു സംശയമില്ല. എങ്കിൽ ഇതൊരു അഹങ്കാരമായിട്ട് നിങ്ങൾ കാണരുത്. ഞാൻ എന്റെ ഒരു ആത്മവിശ്വാസം അതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ. അപ്പൊ ശരി സർ, താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക്സ്.